രാമനെ ലാമൻ എന്ന് വിളിച്ചാലോ? രാമന്റെ ഭാര്യയെ ബീഡരെന്നും. സീതയ്ക്കിട്ട പേരാകട്ടെ കുഞ്ഞുകുട്ടി തങ്കമോള്. ഞാനിത് എന്താ പറയുന്നത് എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ്. നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന ഒരു രാമായണ കഥയിലെ കഥാപാത്രങ്ങളാണിവർ. ആ രാമായണത്തിൻ്റെ പേരാണ് മാപ്പിള രാമായണം. മലയാളത്തിൽ രചിക്കപ്പെട്ട രാമായണത്തിൻ്റെ മറ്റൊരു പതിപ്പ്. ഈ രാമായണത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ഒരു ചോദ്യം. നമ്മുടെ നാട്ടിലുള്ള മാപ്പിള രാമായണത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മതമൈത്രിയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ കലാസൃഷ്ടി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ എഴുതൂ. രാമന്റെ അയനമാണ് രാമായണം. അയോധ്യയിൽ ദശരഥപുത്രനായി ജനിച്ച് രാമന്റെയും അവന്റെ ഭാര്യ സീതയുടെയും കഥ. ജനിപ്പിച്ചവർ ഉപേക്ഷിച്ച് ജനകൻ വളർത്തി വലുതാക്കിയ സീതയുടെ കഥ. വിവാഹാനന്തരം വീട്ടിലെ പ്രശ്നങ്ങൾ ഭർത്താവിന്റെ വനവാസത്തിന് കാരണമായപ്പോൾ കൊട്ടാരം വിട്ടിറങ്ങി പത്നിയുടെ കഥ. അവിടെ നിന്ന് രാവണൻ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോകുന്നു. ശേഷം യുദ്ധം നടക്കുന്നു. പിന്നെ പട്ടാഭിഷേകം. ഒടുവിൽ സംശയത്തിന്റെ പേരിൽ വനവാസത്തിന് പുറപ്പെടേണ്ടി വന്ന ജാനകിയുടെ കഥ. അതും രാമായണമാണ്. സഹോദര സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായ ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുഘ്നന്റെയും കഥ. ഭാര്യയ്ക്ക് നൽകിയ വാക്കിന്റെ പേരിൽ ജീവൻ വെടിയേണ്ടി വന്ന ദശരഥന്റെ കഥ. രാമായണത്തിനു കാരണമായ ദശരഥന് ലഭിച്ച ശാപത്തിന്റെ കഥ. രാമന് വനവാസം നൽകിയ മന്ദരയുടെ കഥ. എത്ര കഥാപാത്രങ്ങൾ അടങ്ങിയതാണല്ലേ ഈ രാമായണം. ശ്രീലങ്ക, ഭൂട്ടാൻ, തായ്ലാന്റ്, നേപ്പാൾ, മലേഷ്യ, ഫിലിപ്പൈൻസ്, ബർമ, ചൈന എന്നീ രാജ്യങ്ങളിൽ രാമായണം പ്രചാരത്തിലുണ്ട്. ഇന്ത്യയിൽ പ്രചരിക്കുന്ന രാമായണ കഥയിൽ നിന്നും തുലവും വ്യത്യസ്തമാണ് അവിടങ്ങളിലെ രാമായണ കഥ. രാമായണ കഥ ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമായിരിക്കുന്നതിനോടൊപ്പം തന്നെ അത് ലോക സംസ്കൃതിയുടെയും ഭാഗം കൂടിയാണ്. രാമായണം ഹിന്ദുക്കളുടെ മാത്രം സ്വത്തല്ല. ഇന്ത്യയിൽ മാത്രമല്ല, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ രാമായണ കഥകൾ പ്രചരിക്കുന്നുണ്ട്. രാമായണത്തിന്റെ ബൗദ്ധ ആഖ്യാനമായ ദശരഥ ജാതകത്തിൽ പറയുന്ന കഥയല്ല വാൽമീകി രാമായണത്തിലുള്ളത്. ജൈന രാമായണത്തിലാകട്ടെ രാമൻ അഹിംസയുടെ വക്താവാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മണനാണ് രാവണനെ വധിക്കുന്നത്. ഇതിലെ താരവും ലക്ഷ്മണൻ തന്നെയാണ്. തായ് രാമായണത്തിലാകട്ടെ ദശരഥൻ നടത്തിയ പുത്രകാമേഷ്ടിയിലുണ്ടായ ദിവ്യ ആഹാരത്തിന്റെ ഗന്ധം മണ്ഡോദരിയുടെ അടുത്തുമെത്തുന്നു. അതിൽ കൊതി തോന്നിയ മണ്ഡോദരി ആ ദിവ്യ ആഹാരം തട്ടിക്കൊണ്ടുവരാൻ ഒരു പെൺഭൂതത്തെ കാക്കയുടെ വേഷത്തിൽ അയക്കുകയുണ്ടായി. തട്ടിക്കൊണ്ടുവന്ന ആ ആഹാരം അല്പം കഴിച്ചപ്പോൾ മണ്ഡോദരി ഗർഭിണിയായി. അങ്ങനെയാണ് ഈ രാമായണത്തിൽ സീത ജനിക്കുന്നത്. സംഘദാസന്റെ രാമായണത്തിന്റെ ജൈന പതിപ്പിലും അത്ഭുത രാമായണത്തിലും വസുദേവ ഹിന്ദി എന്ന പേരിലുള്ള സീത രാവണന്റെ മകളായിട്ടാണ് ജനിക്കുന്നത്. ഈ രാമായണ പതിപ്പ് അനുസരിച്ച് വിദ്യാധരമായിയുടെ, അതായത് രാവണന്റെ ഭാര്യയുടെ ആദ്യത്തെ കുട്ടി അവന്റെ വംശത്തെ നശിപ്പിക്കുമെന്ന് ജ്യോതിഷികൾ പ്രവചിക്കുന്നുണ്ട്. ഇങ്ങനെ എത്രയോ രാമായണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന മറ്റൊരു രാമായണമാണ് മാപ്പിള രാമായണം. രാമായണത്തിലെ കഥാസന്ദർഭങ്ങൾ മാപ്പിളപ്പാട്ടിന്റെ ശൈലിയിൽ രൂപപ്പെടുത്തി രചിക്കപ്പെട്ട കൃതിയാണ് മാപ്പിള രാമായണം. ഒരു കലയെ ഒരു സംസ്കൃതി എങ്ങനെ ഉൾക്കൊള്ളുകയും സാംശീകരിക്കുകയും ചെയ്തു എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് മാപ്പിള രാമായണം. കർത്താവ് ആരെന്നോ രചനാകാലം ഏതെന്നോ വ്യക്തമായി അറിയില്ലെങ്കിലും മാപ്പിള രാമായണം ഒരു മലബാർ കലാരൂപമായാണ് നിലവിൽ വന്നത്. മലബാർ മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രം പ്രചാരത്തിലുള്ള പദാവലികൾ കൊണ്ടും ശൈലികൾ കൊണ്ടുമാണ് മാപ്പിള രാമായണം ശ്രദ്ധിക്കപ്പെട്ടത്. അടുത്ത കാലത്താണ് മലബാർ ഭാഗങ്ങളിൽ വാമൊഴിയായി മാത്രം നിലനിന്നിരുന്ന മാപ്പിള രാമായണം ലിഖിത രൂപത്തിൽ സമാഹരിക്കപ്പെട്ടത്. നിരവധി വേദികളിൽ മാപ്പിള രാമായണം ചൊല്ലി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന TH കുഞ്ഞിരാമൻ നമ്പ്യാരാണ് പ്രസിദ്ധീകൃതമായ ഏക സമാഹാരത്തിന്റെ സമ്പാദകൻ. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള എഴുത്തച്ഛൻ്റെ രാമായണ കഥയും കഥാപാത്രങ്ങളും തന്നെയാണ് മാപ്പിള രാമായണത്തിൽ കടന്നു വരുന്നത്. ശ്രീരാമന്റെ ജനനം, സീതാ സ്വയംവരം, പട്ടാഭിഷേകം തുടങ്ങിയ രാമകഥാ സന്ദർഭങ്ങളാണ് മാപ്പിള രാമായണത്തിന്റെയും ഇതിവൃത്തം. എന്നാൽ പേരുകളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രം. രാമനെ ഇതിൽ ലാമൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. രാമന്റെ പിതാവായ ദശരഥനെ ബാപ്പ എന്നും രാമന്റെ ഭാര്യയായ സീതയ്ക്ക് നൽകിയ പേരാകട്ടെ കുഞ്ഞുകുട്ടി തങ്കമോള് എന്നാണ്. ഭാര്യയാക്കുക എന്നാൽ ബീഡർ എന്നുമാണ് ഇതിൽ പറയുന്നത്. എളോമായ കൈകേയിയുടെ വാക്കു കേട്ടിട്ട് ലാമനെ 14 കൊല്ലം കാട്ടിലാക്കിയതുമൊക്കെ പാട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ ശൂർപ്പണഖയുടെ പ്രണയാഭ്യർത്ഥനയും രാമന്റെ തിരസ്കരണവും രാവണൻ സീതയിൽ വശ്യനാവുന്നതും മൊഞ്ചും ഗൽബും ചേർത്ത് കവി അവതരിപ്പിക്കുന്നതാണ് മാപ്പിള രാമായണത്തിന്റെ ശൈലി. പണ്ടു താടിക്കാരൻ ഔലി പാടി വന്നൊരു പാട്ട്, കണ്ടതില്ലേ ഞമ്മളീ രാമായണം കഥപ്പാട്ട്, കർക്കിടകം കാത്തു കുത്തിരിക്കും പാട്ട്, കാതു രണ്ടിലും കൈവിരലിട്ടോരീ കൂട്ടും പാട്ട്, 3 പെണ്ണിനെ ദശരഥൻ നിക്കാഹ് ചെയ്ത പാട്ട്, അമ്മിക്കുമ്മായം മറിഞ്ഞ മക്കളില്ലാ പാട്ട്, പായസം കുടിച്ചു 3ഉം 4ഉം പെറ്റ പാട്ട്, 4ലും മൂത്തുള്ള ലാമന്റെയും കൂടെ പാട്ട്, കെട്ടിയോൾക്ക് വരം കൊടുത്തു സുയിപ്പിലായ പാട്ട്. ഇങ്ങനെയാണ് മാപ്പിള രാമായണം ആരംഭിക്കുന്നത് നമ്മുടെ നാട്ടിലെ തനത് ശൈലിയിൽ. രാമായണം സ്വാധീനം ചെലുത്താത്ത പൂർവേഷ്യൻ രാജ്യങ്ങൾ ഇല്ലെന്നു തന്നെ വേണം പറയാൻ. ഭൂട്ടാൻ, തായ്ലാന്റ്, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ അതതു ജനതയുടെ സംസ്കാരവും
തനിമയും പ്രകടിപ്പിക്കുന്ന രാമായണ ആഖ്യാനങ്ങളുണ്ട്. ഭൂട്ടാൻ, തായ്ലാന്റ്, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ അതത് ജനതയുടെ സംസ്കാരവും തനിമയും പ്രകടിപ്പിക്കുന്ന രാമായണങ്ങളുണ്ട്. രാമായണത്തിന്റെ പ്രസിദ്ധിയും ജനസ്വാധീനവും മറ്റ് മതസ്ഥരിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു അമൂല്യ ചരിത്രരേഖയായിട്ടാണ് ഇന്ന് മാപ്പിള രാമായണത്തെ സമകാലിക ചരിത്രകാരന്മാർ നോക്കിക്കാണുന്നത്. രാമനപ്പോൾ ആരുടേതാണെന്ന ചോദ്യത്തിന് ഉത്തരമാണ് മാപ്പിള രാമായണം. മതത്തിനും സംസ്കാരത്തിനും മുകളിൽ മനുഷ്യരെ ചേർക്കുന്നതാണ് ഓരോ കലയും. മാപ്പിള രാമായണവും അങ്ങനെയാണ്. നമ്മുടെ നാട് ഇന്ന് മറന്നുപോയ മതസൗഹാർദ്ദവും സഹിഷ്ണുതയും ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാപ്പിള രാമായണം ഇവിടെ ഉച്ചത്തിൽ പാടേണ്ടതുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.